ഇവിടെ ഈ കാര്യത്തിൽ ഉദാരമായ ഒരു സമീപനം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തമിഴ്നാടിന് ദോഷകരമായ ഒന്നും കേരളം ചെയ്യില്ല. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മൾ ഇരട്ടപ്പെട്ട സഹോദരങ്ങളെ പോലെയാണ് കേരളവും തമിഴ്നാടും എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു തർക്കത്തിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മൾ ആവശ്യമായ വെള്ളം കൊടുക്കും, അതിനനുസരിച്ചുള്ള കരാറുണ്ടാക്കും. ഇനി അതല്ലെങ്കിൽ നിലവിലുള്ള കരാറിലാണെങ്കിൽ തന്നെയും ആ വെള്ളം കൊടുക്കുന്നത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. എന്തു തന്നെയാണെങ്കിലും കേരളത്തിൻ്റെ സുരക്ഷയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നശിക്കട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തേക്ക് തമിഴ്നാട് പോകുമെന്ന് ഞാൻ ഈ ഘട്ടത്തിലും കരുതുന്നില്ല. കേരള ഗവൺമെൻറ് വളരെ അവധാനതയോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ നമ്മുടെ പ്രതിനിധിയെ പിൻവലിച്ചത് ശരിയായില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധം അത് കേന്ദ്രത്തെ അറിയിച്ചു. കേന്ദ്രം അക്കാര്യത്തിൽ തെറ്റാണ് ചെയ്തത്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയെ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതിനിധി അവിടെ തന്നെ ഉണ്ടാവണം. തമിഴ്നാടിൻ്റെ ഒരു പ്രതിനിധി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു അവസരത്തിൽ കേരളത്തിൻ്റെ പ്രതിനിധിയെ മാറ്റേണ്ടതായ ഒരു പശ്ചാത്തലം കേന്ദ്രം വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസൗകര്യം നിമിത്തം ഞങ്ങൾ മാറ്റി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ആളെ മാറ്റുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള കേരള ഗവൺമെൻറ്റിനോട് അഭിപ്രായം ചോദിച്ച് കേരളത്തിൻ്റെ മറ്റൊരു പ്രതിനിധിയെ വെക്കേണ്ടതായിരുന്നു. ആ സ്ഥാനത്താണ് അവർ ഏകപക്ഷീയമായി നമ്മുടെ ആളെ പിൻവലിച്ച് പുതിയൊരാളെ വെച്ചത്. ഏതായാലും അവരുടെ തെറ്റ് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരാളെ നമ്മുടേത് നിയമിക്കുകയും ചെയ്തു. അപ്പോൾ നീതിപൂർവമായ ഒരു പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ചെയ്തതായ അല്ലെങ്കിൽ ഉണ്ടായതായ ചെറിയൊരു വീഴ്ച അവിടെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ കേരളത്തിൻ്റെ വാദങ്ങൾ കൃത്യമാവണ്ണം അവിടെ രേഖപ്പെടുത്തപ്പെടുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള സമഗ്ര സുരക്ഷാ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു തർക്കമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ തവണ DMK സർക്കാരിൽ കോൺഗ്രസും ഭാഗമാണ്, കോൺഗ്രസ് മന്ത്രിമാരുടെ. അപ്പോൾ അത്തരത്തിലൊരു ഈ കാര്യത്തിൽ നമ്മളൊരു രാഷ്ട്രീയം കാണുന്നില്ല. കോൺഗ്രസ് ഭരണത്തിലുണ്ടോ കോൺഗ്രസ് ഭരണത്തിലില്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം നമ്മുടെ നാടിൻ്റെ സുരക്ഷയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തെ ആ ഒരു നിലയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മളിതിനെ ഒരിക്കലും കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെന്താണ് 2010 കാലഘട്ടത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും ഉൾപ്പെടെയുള്ള തിരിച്ചടി ഉണ്ടായ കാലഘട്ടത്തിൽ പോലും ഇനി അല്ലെങ്കിൽ ഈ കേസിൻ്റെ നാൾവഴികളിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് പുതിയ ഡാം എന്നുള്ളതാണ്. ആ പുതിയ ഡാം എന്നുള്ള ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്കതിനനുസരിച്ചുള്ള വാദമുഖങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ വളരെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ റൂർക്കി IIT-യുടെയും IIT ഡൽഹിയുടെയും അതോടൊപ്പം തന്നെ അതിവിദഗ്ധരായിട്ടുള്ള മറ്റുള്ള ഡാം സുരക്ഷാ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പോലും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ രേഖപ്പെടുത്തിയ നമ്മൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണിയെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു ഡാം എന്നുള്ള നിലയിൽ ഇന്ത്യയിലുള്ള മുല്ലപ്പെരിയാർ ഡാം എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഇതൊക്കെ വസ്തുതകളായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ കാര്യത്തിൽ ഉദാരമായ ഒരു സമീപനം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തമിഴ്നാടിന് ദോഷകരമായ ഒന്നും കേരളം ചെയ്യില്ല. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മൾ ഇരട്ടപ്പെട്ട സഹോദരങ്ങളെ പോലെയാണ് കേരളവും തമിഴ്നാടും എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു തർക്കത്തിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മൾ ആവശ്യമായ വെള്ളം കൊടുക്കും, അതിനനുസരിച്ചുള്ള കരാറുണ്ടാക്കും. ഇനി അതല്ലെങ്കിൽ നിലവിലുള്ള കരാറിലാണെങ്കിൽ തന്നെയും ആ വെള്ളം കൊടുക്കുന്നത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. എന്തു തന്നെയാണെങ്കിലും കേരളത്തിൻ്റെ സുരക്ഷയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നശിക്കട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തേക്ക് തമിഴ്നാട് പോകുമെന്ന് ഞാൻ ഈ ഘട്ടത്തിലും കരുതുന്നില്ല. വളരെ ഉദാരമായ ഒരു സമീപനം. ഏതായാലും ഇത് NDSAയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് സമഗ്ര സുരക്ഷാ പരിശോധന ഉടനെ തന്നെ നടക്കും എന്നുള്ള ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകട്ടെ. അല്ല, നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലല്ല ഇപ്പോൾ ഈ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ നാളെ ഓടിച്ചാടി കയറി കേന്ദ്രത്തെ സമീപിക്കുന്നു, ഇനി അതല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു, അതല്ല. ഇതിപ്പോൾ ഒരു നിയമമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിനോട് സഹകരിച്ചാണ്. അപ്പോൾ നമുക്കും അങ്ങനെ സഹകരിക്കേണ്ടി വരും, തമിഴ്നാടിനും സഹകരിക്കേണ്ടി വരും. തമിഴ്നാടും ഇപ്പം ഇതൊക്കെ തമിഴ്നാട് പറഞ്ഞാലും എന്ത് നയപ്രഖ്യാപനം പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള NDSAയുടെ ഒരു പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കും. സമഗ്ര സുരക്ഷാ പരിശോധന അതാണ് രാജ്യത്തുള്ള നിയമം, അല്ലെങ്കിൽ ആ നിയമം മാറ്റപ്പെടണം. പ്രസ്താവനകൾ നടത്തുന്നത് അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ചർച്ച നടത്തി ഒരു കാര്യം സൊല്യൂഷനിലേക്ക് കൊണ്ടുവരികയല്ല വേണ്ടത്. അല്ല, അതല്ല ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി ഞാൻ പറയാം. ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡയലോഗ് നടത്തേണ്ട ഒരു സ്റ്റേജ് അല്ല.
ഇത് നിയമമനുസരിച്ച് രൂപീകൃതമായ ഒരു സമിതിയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയോ ഇനി അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ ആകാമായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാനാണല്ലോ, ഞാനിപ്പോൾ ഒരു MP മാത്രമാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ് ഈ കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ സാങ്കേതികമായി തന്നെ നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞു തീർക്കട്ടെ. അതായത് സാങ്കേതികമായി തന്നെ ഈ കാര്യം നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും നടക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിലും പ്രസക്തിയുണ്ട്. പുതിയ സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് കൊടുത്തിട്ടുണ്ട്.